സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ഇനി നടക്കാൻ പോണ മുള്ളിക്കളിയുള്ള നമ്മളില്ല കേട്ടാ, നമ്മളിവരുണ്ടാ. ഒരു പ്രധാനമന്ത്രി രാജ്യത്തുണ്ട് എന്ന് ആദ്യമായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞത് നരേന്ദ്രമോദിജി അധികാരത്തിലേറിയതിനു ശേഷമാണ്. ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അദ്ദേഹം അധികാരത്തിലേറിയപ്പോ ആദ്യം ചെയ്ത ഒന്നാമത്തെ കാര്യം എല്ലാ വീട്ടിലും ശൗചാലയം. 2014 ശേഷം അങ്ങനെ ഒരമ്മമാർക്കും സ്വന്തം പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി വെളിസ്ഥലത്തേക്ക് ഈ രാജ്യത്ത് പോകേണ്ടി വന്നിട്ടില്ല. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്. രണ്ടാമത് എല്ലാവർക്കും വീട്. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഇവിടെ അതിന്റെ പേര് ലൈഫ് മിഷൻ എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. എങ്കിലും വേണ്ടില്ല, എല്ലാവർക്കും വീടെന്ന പദ്ധതി. ഞാനൊരു 100 രൂപ വാങ്ങിച്ചുതരാം, അതുകൊണ്ട് പ്രശ്നം തീർക്കണം, വെറുതെ ആളെ കൂട്ടണ്ട. ഇപ്പോ നമ്മുടെ വീട്ടുമുറ്റത്ത് ഒരു പൈപ്പ് സ്ഥാപിച്ചുകൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം, ലൈഫ് ജൽജീവൻ മിഷൻ എന്ന പദ്ധതിയിലൂടെ. എങ്ങനെ? എല്ലാവർക്കും വിദ്യാഭ്യാസം. ഇവിടെ സ്കൂളിന്റെ പഠിച്ച കുട്ടി ആരെങ്കിലും ഉണ്ടോടാ നിന്റെ കൂടെ? ചൊല്ലടാ, എല്ലാവർക്കും വൈദ്യുതി. സാധാരണക്കാരുടെ അടിസ്ഥാനമായ ആവശ്യങ്ങളെ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കേന്ദ്ര പദ്ധതികളെല്ലാം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ കേരളവും മാറും. കേരളത്തിന് ഒരേ ഒരു ആയുധം, നിങ്ങളുടെ വോട്ട്. ദൈവമേ, എന്റെ വായിൽ ഒരു തെറി പോലും വരുന്നില്ലല്ലോ. ഈ ഒരു 5 വർഷത്തേക്ക് ഒന്ന് മാറി ചിന്തിക്കണം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കടോ. സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ല. ഒരു 5 വർഷത്തെ എഗ്രിമെന്റ് ആയിട്ട് മാത്രം കരുതി ഈ തവണ നിങ്ങൾ മാറി ചിന്തിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. നമ്മുടെ ചിഹ്നം അങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും താഴെ തട്ടിലുള്ള വാർഡ് മെമ്പറായ അമ്പിളി വിജയനും മത്സരിക്കുന്നത്. ഒറ്റ ചിഹ്നം, താമര ചിഹ്നം. മറക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നു. വ്യക്തികളെയോ പേരോ മറന്നോട്ടെ, ചിഹ്നം മറക്കരുത്. താമരയാണ്. ഒരു തവണത്തേക്ക് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഗംഭീരായിട്ടുണ്ട്. പക്ഷെ ഈ റെഡിമെയ്ഡ് വാചകങ്ങളൊന്നും മാറ്റണം കേട്ടോ. മോനെ ചങ്കര, മണ്ടൻ മരങ്ങോടാ. മാറ്റമില്ല, മാറാൻ ഉദ്ദേശമില്ല, പണ്ടത്തെ പോലെ തന്നെ.